ഫുട്ബോളിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ് മൂക്കുതല സ്വദേശിയായ വൈശാഖ്. പ്ലാസ്റ്റർ പാരീസ് ഉപയോഗിച്ച് ഫിഫ വേൾഡ് കപ്പിന്റെ ആകർഷകമായ മാതൃക നിർമ്മിച്ചാണ് വൈശാഖ് ശ്രദ്ധേയനായത്. നാട്ടിൽ വേൾഡ് കപ്പിൻ്റെ ആവേശം പൊന്തിയപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ചാണ് ഒരു വേൾഡ് കപ്പ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ക്ലബ്ബിലെ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെയും അണികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് വേൾഡ് കപ്പ് ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ നിർമ്മിച്ചെടുത്താണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ അതേ വെയിറ്റ് 6.71 എന്നുള്ള 6 കിലോൻ്റെ മേലുള്ള ആ വെയിറ്റ് ഇതിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് 36.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റും കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിലും ഭാഗമായിട്ട് ഈ വേൾഡ് കപ്പ് ഇതേവരെ എടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാ പേരും, ഇനി എടുക്കാൻ പോകുന്ന രാജ്യത്തിൻ്റെ ഇയറും അതുപോലെ തന്നെ സ്പേസും ഇതിന് ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ആദ്യം ഇരുമ്പിൻ്റെ ഒരു ബേസായിട്ട് ഒരു ഫ്രെയിം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിന് പേപ്പറായിട്ട് കവർ ചെയ്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പൊതിഞ്ഞ് അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് MCയിൽ വെച്ചിട്ട് കോട്ടിങ് കൊടുത്തു. അതിന് ശേഷം ഗോൾഡൻ ഫോയിൽ ലീഫ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കലും പെയിൻ്റ് കൊണ്ട് ടച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് രൂപകൽപ്പന കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു ദിവസം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരാഴ്ചയോളം ഇതിന് പ്രയത്നിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇരുന്ന് ഉണ്ടാക്കിയല്ല, നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഇരുന്നിട്ട് രാത്രിയും പകലൊക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഈ സാധനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ വേൾഡ് കപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 600-800 രൂപയോളം നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാലും നമ്മളെ യോമൻസ് ക്ലബ്ബ് ഡാവന്നൂരിൽ പിള്ളേരൊക്കെ കളിച്ച് ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ ആയിട്ട് നേടിയെടുത്ത ട്രോഫികളുടെ ഇടയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് വെക്കാനാണ് തീരുമാനം. ആർട്സ് രംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വൈശാഖ് തൻ്റെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയായ യോമൻസ് ക്ലബിനു വേണ്ടിയാണ് ഈ ലോകകപ്പ് മാതൃക നിർമ്മിച്ചത്. ഏകദേശം 6 കിലോഗ്രാം ഭാരമുള്ള മാതൃക ഒരാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത്. യഥാർത്ഥ ലോകകപ്പിൻ്റെ രൂപഭംഗി അതേപടി പകർത്തുന്ന തരത്തിലാണ് നിർമ്മാണം. ഫുട്ബോളിനോടുള്ള സ്നേഹവും കലാപരമായ മികവും ഒത്തുചേർന്ന ഈ സൃഷ്ടിക്ക് നാട്ടുകാരിൽ നിന്നും മികച്ച അഭിനന്ദനമാണ് ലഭിക്കുന്നത്. താൻ നിർമ്മിച്ച ലോകകപ്പ് മാതൃക സ്വന്തം നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്കായി സമർപ്പിക്കുന്നതാണെന്നും ഇത് യോമൻസ് ക്ലബിൽ സ്ഥിരമായി സൂക്ഷിക്കുമെന്നും വൈശാഖ് പറഞ്ഞു. CNTV ചങ്ങരംകുളം.